ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കയ്പ്പയ്ക്ക തീയിലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കയ്പ്പയ്ക്കായാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതേപോലെ നൈസായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് എങ്ങനെയാണ് കയ്പ്പയ്ക്ക തീയിൽ ഉണ്ടാക്കണമെന്ന് നോക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് 4ആയിട്ട് ഞാൻ കീറിയിട്ടിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ? അപ്പോൾ അതും ഈ കയ്പ്പയ്ക്കയൊപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്പ്പയ്ക്ക തീയിൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഒരു മുറി നാളികേരം ചെരുകിയത്, 4 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ മുഴുവമല്ലി. ഇതാണ് നമ്മുടെ തീയലിനെ രുചി കൂടുതൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇത് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെരുകി വെച്ചിട്ടുള്ള നാളികേരം, വറ്റൽമുളക്, മുഴുവൻ മല്ലി, 2 തണ്ട് കറിവേപ്പില, ഇത് ഈ വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്, പിന്നെ വറ്റൽമുളകും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മല്ലിയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് നാളികേരമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുള്ള മല്ലി മുളക് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നാളികേരവും വേപ്പിലയുമില്ലേ അതുകൊണ്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഈ നാളികേരത്തിൻ്റെ കളറ് ഏകദേശം ഒരു ഇളം ചുവപ്പ് കളർ ആവുന്നത് വരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ. നാളികേരം നല്ല പോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ മുഴുവൻ വറ്റൽമുളകും ഒക്കെ മുന്നിട്ടിട്ട് വറുത്തതിന് ശേഷം നാളികേരം ഇട്ടിട്ട് വറുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ ഈ നാളികേരം ഫ്രൈ ആയതിനു ശേഷം ജസ്റ്റ് ഇതുപോലെ മുരിഞ്ഞ് വന്നതിന് ശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ നാളികേരം ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് പകർത്തി വെക്കുകയാണ്. അപ്പം ഞാനിതൊരു പ്ലേറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ചൂടാറി വരട്ടെ. ആ ടൈമിൽ നമുക്ക് ബാക്കി തീയലിൻ്റെ കാര്യങ്ങൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇത് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 3 വറ്റൽമുളക് ഇതുപോലെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. 1 തണ്ട് കറിവേപ്പില, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവ, ഇതൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. കടുക് പൊട്ടിയതിന് ശേഷം ഇതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയിലേക്ക് വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ചെറുതായിട്ട് ആ മുളകൊക്കെ മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കയ്പ്പയ്ക്കായും പച്ചമുളകില്ലേ അതിട്ട് കൊടുക്കുക. എന്നിട്ടിത് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇത് കുറച്ച് നേരം കണ്ടിന്യൂസ്ലി നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ കയ്പ്പയ്ക്കായ ഒന്ന് ഫ്രൈ ആയിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അതാണ് ഈ തീയലിൻ്റെ കണക്ക്. അപ്പോൾ അതൊന്നും ആയി വരട്ടെ. ഈ കയ്പ്പയ്ക്കായ ഫ്രൈ ആയി വരുന്ന നേരം കൊണ്ട് ഇത്രയും പുളി, ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം കുതിർക്കാനായിട്ട് വെക്കുകയാണ്. പെട്ടെന്ന് ഇത് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കയ്പ്പയ്ക്കായ ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള പുളിയിൽ ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം എനിക്ക് പുളിവെള്ളം 1/2 കപ്പാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അത്ര വെള്ളമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം ഞാനിത് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പുളിവെള്ളം നല്ല പോലെ തിളച്ച് വരണം. ഈ കോൽപ്പുളിക്ക് ഒരു ഡ്രോ സ്മെൽ ഉണ്ടാവും. അപ്പോൾ അത് പോയി കിട്ടണം. അതിന് വേണ്ടിയിട്ട് കയ്പ്പയ്ക്കായ ഈ പുളിവെള്ളത്തിൽ കിടന്ന് തിളക്കട്ടെ കേട്ടോ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കയ്പ്പക്കായ ഈ വെള്ളത്തിൽ കിടന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ആ നേരം കൊണ്ട് നമുക്ക് നാളികേരമൊക്കെ വറുത്ത് വെച്ചിട്ടില്ലേ, അതിൻ്റെ ചൂട് ആറിയിട്ടുണ്ടാവും. അപ്പോഴേക്ക് നമുക്കത് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നാളികേരം എല്ലാതും ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നതിന് മുന്നേ ഇതൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം അരച്ചെടുക്കുമ്പോൾ നല്ലപോലെ ഫൈനായിട്ട് അരഞ്ഞു കിട്ടും. അപ്പോൾ ആദ്യം നമുക്കിത് പൊടിച്ചെടുക്കാം. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കയ്പ്പക്കായ കുറച്ച് നേരം ആയിട്ടുണ്ട്. പുളിവെള്ളത്തിലേക്ക് എടുത്ത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ പുളിയുടെ പച്ചമണക്ക് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പെല്ലാതും കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടിയും ഉണ്ടാവില്ലേ, അതൊക്കെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടിയും ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതെല്ലാതും കിട്ടും കേട്ടോ. അപ്പോൾ നല്ല പോലെ ആ മിക്സിയുടെ ജാറിൽ നമുക്ക് അരപ്പൊക്കെ കിട്ടും. അപ്പം എന്നിട്ട് നമുക്കത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറിയിൽ നിന്നല്ല ഏത് കറിയിലേക്കും ഇങ്ങനെ അരപ്പ് കറക്റ്റ് ഇങ്ങനെ എല്ലാതും കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി തീയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ തീയിൽ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവൊക്കെ കറക്റ്റ് അല്ലേ നോക്കി നോക്കാം കേട്ടോ. അപ്പം ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പെല്ലാം കറക്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് ഇത് ഓപ്ഷനിലാണ് കേട്ടോ, ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. അപ്പം 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ കറി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ ഇതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില നടു പൊടിച്ചതിന് ശേഷം ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തീയിൽ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. പിന്നെ കയ്പ്പയ്ക്കാണെങ്കിലും നമുക്കിങ്ങനെ ഇടയ്ക്ക് കഴിക്കുന്നതൊക്കെ നല്ല തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇതിൽ ഞാൻ ഉള്ളിക്ക് പകരം സവാളയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഉള്ളിയും സവാളയും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് തീയിലുണ്ടാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ചില ദിവസങ്ങളിൽ മടിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ചോറിന് വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കറി വെച്ചാൽ മതി. അത്രയും നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. ഇതിപ്പോൾ ഇതിങ്ങനെ കറി തിളയ്ക്കുന്നത് നോക്കണ്ട. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് നേരമായി ഓഫ് ചെയ്തിട്ട് മൺചട്ടി ആയ കാരണമാണ് കേട്ടോ ഇതിങ്ങനെ കിടന്ന് തിളയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം.